തിരുവമ്പാടിയിലെ മലയോര മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. പഞ്ചായത്തിലെ ആനക്കാമ്പൊയിലിലെ ചെറുശ്ശേരി ഓടപ്പൊയിൽ പ്രദേശത്ത് കാട്ടാനക്കൂട്ടമിറങ്ങി കഴിഞ്ഞ ദിവസം വൻതോതിൽ കൃഷി നശിപ്പിക്കുകയും പറമ്പിലെ കയ്യാലകൾ, കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന ഹോസുകൾ എന്നിവ നശിപ്പിക്കുകയും ചെയ്തു. സംഭവസ്ഥലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിതിൻ പല്ലാട്ട് സന്ദർശിച്ചു. തിരുവമ്പാടി പഞ്ചായത്തിലെ മലയോര മേഖലയായ ആനക്കാമ്പൊയിലെ ചെറുശ്ശേരി ഓടപ്പൊയിൽ പ്രദേശങ്ങളിലെ ജനവാസ മേഖലയിലാണ് കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടമിറങ്ങി വൻതോതിൽ കാർഷിക വിളകളും പറമ്പിലെ കയ്യാലകളും കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന ഹോസുകളും നശിപ്പിച്ചത്. 6 കാട്ടാനകളാണ് ജനവാസ മേഖലയിറങ്ങി നാശനഷ്ടമുണ്ടാക്കിയത്. കർഷകരായ തോമസ് വയലാമണ്ണിൽ, കുര്യൻ അമ്പലത്തുങ്ങൽ, തോമസ് മാവേലിൽ, വർഗീസ് പുറ്റുമണ്ണിൽ, അമ്പലത്തുങ്കൽ കുര്യൻ, ഇടമനപ്പറമ്പിൽ സെബാസ്റ്റ്യൻ, ടോമി ആക്കേൽ, ചക്കിട്ടമുറി മോളി, കമ്മാടത്ത് ചന്ദ്രൻ, കല്ലടിയിൽ ഹരിദാസൻ തുടങ്ങിയവരുടെ തെങ്ങ്, കമുക്, വാഴ, ജാതി, കൊക്കോ വിളകളാണ് വ്യാപകമായി നശിപ്പിച്ചത്. ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നാമതെ ഞങ്ങൾക്ക് ജീവന് ഭീഷണിയാണ്. രാത്രിയിൽ സന്ധ്യയായി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ തന്നെ വളരെ പേടിയാണ്. കാരണം തൊട്ട് താഴെയാണ് വീട്. ഈ കുഞ്ഞുമക്കളെയും കൊണ്ടൊക്കെ താമസിക്കുന്നല്ലേ. അതിപ്പോൾ അടുപ്പിച്ചടുപ്പിച്ചാണ് വരുന്നത്. 3ാമത്തെ പ്രാവശ്യം മറ്റേ ഇവിടെ വരുന്നത്. ഇങ്ങോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും, ഇവിടെ തന്നെ. പിന്നെ അപ്പുറത്തൊരു വീടിന് തൊട്ട് മുകളിൽ കഴിഞ്ഞ ആഴ്ച അവിടെ എല്ലാം വന്നു. ഫോറസ്റ്റുകാരോട് പറയും അവർ വരും, വന്ന് അവർ 2 പടക്കം പൊട്ടിക്കും, കയറ്റി വിടും. പിന്നെ അത് പിറ്റേ ദിവസം ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ പോരും. 45 വർഷങ്ങളായി ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങിയിട്ട്. അന്നൊന്നും ഇതുവരെയും വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ കുറഞ്ഞ കാലമായിട്ട് ഞങ്ങൾക്ക് തന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ എനിക്കിപ്പം വീട്ടിലാരും ഇല്ല. പേടിച്ചിട്ട് പുറത്തിറങ്ങാനും പറ്റിയല്ല, ഒന്നുമില്ല. കൃഷിയൊക്കെ നശിപ്പിച്ചതുപോലെ തന്നെ ജാതിയെല്ലാം കണ്ടില്ലേ. ഇത്രയും അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? എന്താ പറയാനുള്ളത്, ഇതിനൊരു പരിഹാരം കാണണം, പരിഹാരം വേണം. വനംവകുപ്പ് താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള നായർക്കൊല്ലി സെക്ഷന്റെ അധീനതയിൽപ്പെട്ട പ്രദേശമാണിത്. ആനക്കാമ്പൊയിലിൽ പുതുതായി അനുവദിച്ച ഫോറസ്റ്റ് സെക്ഷനും സർവ്വസന്നാഹങ്ങളും ഉണ്ടായിട്ടും വന്യമൃഗശല്യത്തിന് യാതൊരു കുറവുമില്ലെന്നും നാട്ടുകാർ പറയുന്നു. കാട്ടിൽ തമ്പടിച്ചു നിൽക്കുന്ന കാട്ടാനക്കൂട്ടത്തെ വനപാലകർ എത്തി പടക്കം പൊട്ടിച്ച് തുരത്താറുണ്ടെങ്കിലും ആനകൾ വീണ്ടും എത്തും. രൂക്ഷമായ വരൾച്ച കാരണം ഭക്ഷണവും വെള്ളവും തേടിയാണ് കാട്ടാനകൾ ഒറ്റയ്ക്കും കൂട്ടമായും കാടിറങ്ങുന്നത്. പ്രദേശത്തെ RRT നിരീക്ഷണം ഊർജിതപ്പെടുത്തണമെന്നും സൗരോർജ്ജ വേലികൾ സ്ഥാപിക്കാൻ അടിയന്തര നടപടി വേണമെന്നുമാണ് കർഷകരുടെ പ്രധാന ആവശ്യം. സംഭവസ്ഥലം പഞ്ചായത്ത് പ്രസിഡന്റ് ജിതിൻ പല്ലാട്ടിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സന്ദർശിച്ചു. നമ്മളിതിപ്പോൾ നിരന്തരമായിട്ട് ഈ മലയോര മേഖലയിൽ, ഞാൻ നേരത്തെ തന്നെ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടികളൊക്കെ അറിയാലോ. അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നതാണ് സർക്കാരിനോടും ഇവിടുത്തെ MLA അടിയന്തരമായ ഒരു ശാശ്വത പരിഹാരം നമ്മൾ ഈ മലയോര മേഖലയിൽ കാണണം. ഒരു ഭാഗത്ത് പന്നിയാണെങ്കിൽ ഒരു ഭാഗത്ത് ആന. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, 3-4 ദിവസമായിട്ട് ആന തമ്പടിക്കുകയാണ് ഈ ആനിക്കാമ്പൊയിൽ, ഈ പറയുന്ന ചെറുശ്ശേരി ഭാഗങ്ങളിൽ. ഒരു പരിഹാരവും കാണുന്നില്ല. അപ്പോൾ നമ്മളൊരു പരാതി ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു 2 പോലീസുകാർ വരും, അല്ലെങ്കിൽ 2 ഉദ്യോഗസ്ഥരെ പറഞ്ഞു വിടും. അവർ വരും, 2 പടക്കം പൊട്ടിച്ചിട്ട് പോകും. അതല്ലാതെ ഒരു പരിഹാരം ഇവിടെ കാണുന്നില്ല. അവരൊന്ന് പടക്കം പൊട്ടിച്ച് പോയിട്ട് പിന്നെ അവരുടെ ജോലി കഴിഞ്ഞ് അവർ പോകും. തുടർന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് വീണ്ടും ആനകൾ വരികയാണ്, കൂട്ടത്തോടെയാണ് വരുന്നത്. വ്യാപകമായ കൃഷി, എത്ര തെങ്ങുകൾ ഇവിടെ നശിപ്പിച്ച, വാഴകൾ, കവുങ്ങ്, കായ്ച്ച ജാതികൾ, കൊക്കോ എല്ലാം നശിപ്പിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം മനോജ് സെബാസ്റ്റ്യൻ വാഴപ്പറമ്പിൽ, സജിന, ദീപ ഷൈജോ തുടങ്ങിയവരും പങ്കെടുത്തു. ഇവിടെ ഏത് സമയവും ആന ഇറങ്ങുന്ന ഒരു ഭാഗമാണ്. പിന്നെ ഇവിടെയുള്ള ആളുകൾ ഏത് സമയം ഇത് തന്നെയാണ്, ഈ ആന വന്ന് ഇവിടെ മുഴുവൻ നശിപ്പിക്കുകയും കാര്യങ്ങളും ആയതുകൊണ്ട് ഇവരെന്നും എന്നെ വിളിക്കും. നമ്മൾ വരിക, ഇവിടെ വന്ന് ഫോട്ടോ എടുത്ത് പോയത് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. പിന്നെ ആണെങ്കിൽ നമ്മൾ ഫോറസ്റ്റുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വരും, ഇവിടുന്ന് 2 പടക്കം പൊട്ടിക്കും, ഇവരങ്ങ് പോകും. പിന്നെ ഇവർ ആദ്യം പറയുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരോട് കാട് വെട്ടാൻ. ഈ കാട് വെട്ടണമെങ്കിൽ അവർക്ക് ഇതിൽ ആദായം കിട്ടണ്ടേ ജനങ്ങൾക്ക്. ഇതൊക്കെ ആദായം ഉണ്ടെങ്കിലല്ലേ ആ കാട് വെട്ടിയിട്ടൊരു കാര്യമുള്ളൂ. അപ്പം അതാണ് മെയിനായിട്ട് അവർ പറയുന്നത്, ഈ കാട് വെട്ടണം. കാട് വെട്ടിയില്ലെങ്കിൽ അപ്പുറം നിന്ന് ആനകളുണ്ട്, ആനകൾ വന്നിട്ട് ഇവർ ചെന്ന് വെടി വെക്കാൻ ചെല്ലണമെങ്കിൽ ആന തൊട്ടടുത്തായിരിക്കും ഉണ്ടാവുമെന്ന് അവർ പറയുന്നത്. അപ്പം അതുപോലെ ഇതിന് മുന്നേ ചെറുശ്ശേരിയിലായിരുന്നു. ചെറുശ്ശേരി മലയിൽ ഇതേ അവസ്ഥ തന്നെ. എല്ലാവരും പറമ്പ് മൊത്തം നശിപ്പിച്ച് അവർ വെടി വെക്കാനൊക്കെ വന്നു. ഇതേ അവസ്ഥ തന്നെ ഈ മേഖല മൊത്തം ഉണ്ട്. ഇത് എല്ലാ വാർഡുകളും ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് ആ ചെറുശ്ശേരി ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ കാവുങ്കൽ ഭാഗത്തായിരിക്കും. ഈ ഭാഗങ്ങളിലൂടെ തന്നെയാണ് ഈ ആനയിൽ കടന്ന് കറങ്ങുന്നത്, കയറി പോകുന്നില്ല. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.